വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള സാമ ടിവി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. 400-ലധികം മിലിറ്ററി അവാർഡുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയുമായിട്ട് അടുത്തിടെ ഉണ്ടായ യുദ്ധത്തിൽ നല്ല രീതിയിൽ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച പട്ടാളക്കാർക്കും വീരമൃത്യു വരിച്ചവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പാകിസ്ഥാൻ സൈന്യത്തിന്റെ അംഗീകാരം പല പല കാറ്റഗറിയിലുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കുകയും അത് നൽകുകയും ചെയ്യുന്നതിന്റെ റിപ്പോർട്ടാണ് സാമ ടിവി പുറത്തുവിട്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് അവർ മുക്കി. പക്ഷെ ഇതിനിടയിൽ തന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇവരത് മുക്കിയതെന്നല്ലേ? 400-ലധികം മിലിറ്ററി അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 155-ലധികം പേരുകൾ പ്രത്യേകമായിട്ട് കണ്ടു. ഈ 155-ലധികം പേരുകൾക്ക് സാധാരണ രീതിയിലുള്ള അവാർഡുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 155 പേരും മരണപ്പെട്ടവരാണ്. ഈ പേരുകളുടെ ബ്രാക്കറ്റിൽ ഷഹീദ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഷഹീദ് എന്ന് പറയുന്നത് ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ മൃത്യു വരിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് 155-ലധികം പേരുകൾ ഇവർ ആ ഒരു വാർത്തയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അവാർഡ് കിട്ടിയതായിട്ട്. പിന്നീട് പെട്ടെന്ന് അവരത് ഡിലീറ്റും ചെയ്തു. ഇതിനിടയിൽ ഇന്ത്യൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഇത് കവർ ചെയ്യുകയും വാർത്തകൾ വരികയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് മിലിറ്ററി ഉൾപ്പെടുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് നിന്ന് സത്യസന്ധമായ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല. മിലിറ്ററി പറയുന്ന വാർത്തകൾ മാത്രമേ അവർ കൊടുക്കൂ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തി വിജയിപ്പിച്ച ഇന്ത്യയുടെ ഒരു മിഷൻ ആയിരുന്നു. യുദ്ധത്തിന്റെ അവസാനം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ. പക്ഷേ അത് താൽക്കാലികമായിട്ട് അതിന് ഒരു കർട്ടൻ ഇടാൻ കാരണം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയോട് വിളിച്ച് വെടിനിർത്തലിന് തയ്യാറാണ് എന്നും നമുക്ക് നിർത്താമെന്നും അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത് നിർത്തുന്നത്. ഇത് നമുക്കറിയാവുന്ന സത്യം. പക്ഷെ പാകിസ്ഥാൻ സൈന്യം അവരുടെ ജനങ്ങളോട് പറയുന്നത് അവര് യുദ്ധം ജയിച്ചു എന്നാണ്. ട്രംപ് ഇടപെട്ടത് കൊണ്ടാണ് അത് നിന്നത്, അവരാണ് യുദ്ധത്തിൽ ജയിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഫീൽഡ് മാർഷലായിട്ട് നമ്മുടെ സൈനിക മേധാവി അസിം മുനീർ അങ്ങോട്ട് അദ്ദേഹത്തെ സ്വയം ഇരുത്തി. അങ്ങനെ അദ്ദേഹമാണ് ജയിച്ചത്, അവരാണ് ജയിച്ചത് എന്നുള്ള വ്യാജമായ ഒരു കഥ പറയാൻ തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. 1971 അവർക്ക് ബംഗ്ലാദേശ് നഷ്ടമായിട്ട് പോലും അവരാണ് ആ യുദ്ധത്തിൽ ജയിച്ചതെന്ന് പറഞ്ഞ് വാർത്തകൾ വരികയും അവരുടെ മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കുകയും ചെയ്ത ഒരു ചരിത്രം അവർക്കുണ്ട്. ഒരു കാലത്തും പരാജയം സമ്മതിക്കില്ല. മൂന്നാമത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് അറിയാം തോറ്റു തുന്നമ്പാടി കിടക്കുകയാണെന്ന്. പക്ഷെ അവരുടെ ജനങ്ങളെ അവർ കള്ളം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റിയുടെ കാര്യം വന്നപ്പോഴും വളരെ കുറച്ച് പേര് എണ്ണം മാത്രമാണ് പാകിസ്ഥാൻ പറഞ്ഞത്. എന്നാൽ ഈ ഒരു സാമ ടിവിയിൽ വന്ന ലേഖനം അബദ്ധവശാൽ എല്ലാ കാര്യങ്ങളും ലോകത്തോട് പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ലേഖനം എഴുതിയ ആളും അത് പ്രസിദ്ധീകരിച്ച മനുഷ്യനും ഇപ്പൊ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം 155-ലധികം വരുന്ന ആളുകളുടെ പേരാണ് അവർ വെളിപ്പെടുത്തിയത്. ഇത് പാകിസ്ഥാൻ സൈന്യത്തിന് പറ്റിയ ഒരു വീഴ്ചയോ പാകപ്പിഴയോ ഒന്നും അല്ല. ഈ പേരുകൾക്ക് അവിടെ അവാർഡ് കൊടുത്തു എന്നും ഇവർ മരണപ്പെട്ടവരാണ് എന്നതും സത്യമാണ്. പക്ഷെ അത് പുറം ലോകത്തെ അറിയിക്കാതെ മൂടി വെച്ചിരിക്കുകയായിരുന്നു. 400-ലധികം പേർക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ മാധ്യമം എന്ത് ചെയ്തു? ഈ 400 പേരുടെയും ലിസ്റ്റ് എടുത്തു, അത് പ്രസിദ്ധീകരിച്ചു. അതിലെ 155-ലധികം ആൾക്കാർ എന്ത് ചെയ്താണ്? മരണപ്പെട്ടവരാണ്. മരണപ്പെട്ടവരെ തിരിച്ചറിയാൻ വേണ്ടി മരണപ്പെട്ട ഓരോ പേരിന്റെയും ബ്രാക്കറ്റിൽ ഷഹീൻ എന്നവർ എഴുതി വെച്ചു. അതായത് മരണപ്പെട്ട അല്ലെങ്കിൽ ജീവൻ ത്യജിച്ച ആള് എന്ന അർത്ഥം അത് എഴുതി വെച്ചു. ഒരു പേരായിരുന്നുവെങ്കിൽ അബദ്ധം സംഭവിച്ചതാണെന്ന് പറയാമായിരുന്നു. ഇത് അബദ്ധവശാൽ എഴുതിയതല്ല. അവർക്ക് കിട്ടിയ ലിസ്റ്റ് അതേപടി അവർ പ്രസിദ്ധീകരിച്ചു. പെട്ടെന്നാണ് മിലിറ്ററി ഇത് ശ്രദ്ധിക്കുന്നതും ഇവരെ അറിയിക്കുന്നതും എല്ലാ പേരുകളും പുറത്ത് വിടരുത് എന്ന് അവരോട് നിർദ്ദേശിക്കുന്നതും. ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? വാർത്ത മുക്കി. പക്ഷെ അപ്പോഴേക്കും ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പേരും നാളും അടക്കം സകലതും ജാതകമടക്കം കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ക്യാമന്മാര്. അതായത് 155 പേരിലധികം പട്ടാളക്കാര് മാത്രം, തീവ്രവാദികൾ വേറെയുണ്ട്, പട്ടാളക്കാര് മാത്രം ഏറ്റവും കുറഞ്ഞത് 155-ലധികം പേര് പാകിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ടു, ഇന്ത്യയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നതിന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈഡിൽ എത്ര പേര് മരിച്ചു എന്ന് നമ്മുടെ ആർമിയുടെ പ്രതിനിധിയോട്, നമ്മുടെ വ്യോമസേനയുടെ പ്രതിനിധിയോട് ചോദിച്ച സമയത്ത് അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട്, കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്, ബോഡിയുടെ എണ്ണം എടുക്കുന്നത് ഞങ്ങളുടെ ജോലിയല്ല, അതിന് ഞങ്ങൾക്ക് സമയമില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇപ്പോഴാണ് കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് 155-ലധികം പട്ടാളക്കാരാണ്. അപ്പോ ചെറിയൊരു യുദ്ധമായിരുന്നില്ല അത് എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. വലിയ നാശനഷ്ടം അവരുടെ ഭാഗത്ത് ഉണ്ടായപ്പോഴാണ് മുട്ടുമടക്കിയത്. പക്ഷെ ഇപ്പോഴും പാകിസ്ഥാനിലെ ജനങ്ങളെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആർമി, അവരാണ് ജയിച്ചത് എന്നും പറഞ്ഞുകൊണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മിലിറ്ററി അവാർഡൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചത്. കാരണം കണ്ടില്ലേ, ഞങ്ങളുടെ ധീരമായ പോരാട്ടം നടത്തിയ ആൾക്കാർക്കെന്ന് പറഞ്ഞ് ഇവർ വെച്ചു.
മരണപ്പെട്ടു പോയവർക്ക് എല്ലാവർക്കും ഇവരെന്ത് ചെയ്തു, ഒരു ചെറിയ അവാർഡ് മരിച്ച എല്ലാ മനുഷ്യന്മാർക്കും കൊടുത്തു. പക്ഷെ ഈ ഒരു ലിസ്റ്റ് ലീക്കായതാണ് പണി പാളിയത്. ഇനിയിപ്പോൾ അവർക്കത് നിഷേധിക്കാനും പറ്റില്ല. സാമാ ടി വി പ്രസിദ്ധീകരിച്ച സാധനമാണ്, അബദ്ധത്തിൽ വന്നുപോയതാണെന്ന് എങ്ങനെ പറയും? ഒരു പേരിലോ 2 പേരിലോ 3 പേരിന്റെയോ ബ്രാക്കറ്റിൽ എഴുതിയതല്ല. ഈ 155 വരുന്ന പേരുകളുടെയും ബ്രാക്കറ്റിൽ ഷഹീൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജീവൻ ത്യജിച്ചവർ അല്ലെങ്കിൽ മരിച്ചവർ എന്ന അർത്ഥമാണ്. ഇനി അവർക്ക് ഊരാൻ പറ്റില്ല. അങ്ങനെ ആകെ മൊത്തം നാണം കെട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ. അതാണ്, കള്ളം നമുക്ക് ഒരുപാട് കാലം പറഞ്ഞുകൊണ്ട് സത്യത്തെ മൂടി വയ്ക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം മറ നീക്കി വരിക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.